ഉത്തര കൊറിയയുടെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിനെ ശക്തമായി ന്യായീകരിച്ച് ഭരണാധികാരി കിം ജോങ് ഉൻ രംഗത്ത്. പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ അന്തരീക്ഷത്തെ നേരിടാനുള്ള ഏക വഴി ഉത്തര കൊറിയയുടെ ആണവായുധ രാജ്യ പദവി പൂർണ്ണമായി വിനിയോഗിക്കുക എന്നത് മാത്രമാണെന്ന് കിം ജോങ് ഉൻ പറഞ്ഞു. ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കവെ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനും രക്തച്ചൊരിച്ചിൽ വർദ്ധിപ്പിക്കുന്നതിനും കാരണം അമേരിക്കയാണെന്ന് കിം ജോങ് കുറ്റപ്പെടുത്തിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ ഗുണ്ടാ സ്വഭാവമുള്ള അത്യാഗ്രഹം കാരണം ലോകമെമ്പാടും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറുന്നതെന്നും വിവിധ മേഖലകളിലെ ഏറ്റുമുട്ടലുകൾ കൂടുതൽ അക്രമാസക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കിം ജോങ് ഉൻ പറഞ്ഞു. അമേരിക്കയും ദക്ഷിണ കൊറിയയും ചേർന്ന് തങ്ങളുടെ സംയുക്ത സൈനിക ആണവ നിലപാടുകൾ നിരന്തരം ശക്തിപ്പെടുത്തുന്നതിലൂടെ കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ അപകടകരമാക്കുകയാണെന്നും ഇത് ഉത്തര കൊറിയയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും അദ്ദേഹം ആരോപിച്ചു. വിവിധ രീതികളിൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന പ്രവചനാതീതമായ അന്താരാഷ്ട്ര സൈനിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ സജീവമായും ആത്മവിശ്വാസത്തോടെയും നേരിടാനുള്ള ഏറ്റവും ശരിയും ഏകവുമായ മാർഗം ആണവശക്തി നിരന്തരം വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക, അതോടൊപ്പം ഒരു ആണവായുധ രാജ്യത്തിന്റെ പദവി പൂർണ്ണമായും വിനിയോഗിക്കുക എന്നുള്ളതാണ് എന്ന് കിം വ്യക്തമാക്കി. ഏതൊക്കെ തരത്തിലുള്ള ആണവ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിലും വർഷങ്ങളായി നിലനിൽക്കുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും അവഗണിച്ച് തങ്ങളുടെ തന്ത്രപ്രധാനമായ പ്രതിരോധശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന ഉറച്ച നിലപാടാണ് കിമ്മിന്റെ ഈ വാക്കുകളിലൂടെ അടിവരയിടുന്നത്. ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ കൂടുതൽ നൂതനമായ പരമ്പരാഗത ആയുധങ്ങൾ വികസിപ്പിക്കാൻ കിം ഉത്തരവിട്ടിട്ടുണ്ട്. കൂടാതെ 10,000 ടൺ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ഗൈഡഡ് മിസൈൽ ക്രൂയിസറിന്റെ നിർമ്മാണം വേഗത്തിലാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. വർഷങ്ങളായി അന്താരാഷ്ട്ര ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും നേരിടുന്നുണ്ടെങ്കിലും തങ്ങളുടെ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന നിലപാടിലാണ് ഉത്തര കൊറിയ കാലങ്ങളായി തുടരുന്നത്. തങ്ങളുടെ ആണവ പദവി മാറ്റാനാവാത്തതാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മേഖലയിലെ ഇതര ശക്തികൾക്കും ആഗോള സമൂഹത്തിനുമിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ്. ഉത്തര കൊറിയ തങ്ങളുടെ ആണവ നയത്തിൽ വമ്പൻ ഭേദഗതി വരുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പരമാധികാരിയായ കിം ജോങ് ഉൻ ഏതെങ്കിലും വിദേശ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണം നടത്താൻ കഴിയാത്ത വിധം അപകടം സംഭവിക്കുകയോ ചെയ്താൽ ശത്രു രാജ്യങ്ങൾക്ക് നേരെ ഉത്തര കൊറിയൻ സൈന്യം തനിയെ ആണവാക്രമണം നടത്തുമെന്നാണ് ഭേദഗതി വ്യക്തമാക്കുന്നത്. 15ാം സുപ്രീം പീപ്പിൾസ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിലാണ് ഈ കടുത്ത തീരുമാനം രാജ്യം ഔദ്യോഗികമായി പാസാക്കിയതെന്നാണ് വിവരം. ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസിയായ നാഷണൽ ഇന്റലിജൻസ് സർവീസാണ് ഈ തന്ത്രപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത്. പുതിയ നിയമപ്രകാരം രാജ്യത്തിന്റെ ആണവായുധങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം കിം ജോങ് ഉന്നിൽ തന്നെ നിലനിൽക്കും. എന്നാൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ശത്രുക്കൾ ആക്രമണം നടത്തിയാൽ എങ്ങനെ തിരിച്ചടിക്കണമെന്ന് പുതിയ ഭേദഗതിയിലെ ആർട്ടിക്കിൾ 3 കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം ശത്രുക്കളുടെ ആക്രമണത്താൽ അപകടത്തിലായാൽ ഉടനടി യാതൊരുവിധ മുൻകൂർ അനുമതിയും കൂടാതെ തനിയെ ആണവാക്രമണം ആരംഭിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. വെനസ്വേലയിലെയും ഇറാനിലെയും മുൻനിര നേതാക്കളെ അമേരിക്കൻ സൈന്യം വധിച്ചതും കീഴടങ്ങിയ നീക്കങ്ങളിലും കിം ജോങ് ഉന്നിന്റെ ഭരണം കടുത്ത ആശങ്കയിലായിരുന്നുവെന്നും സ്വന്തം ജീവന് സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കമായാണ് കിം ഈ ആണവപ്പൂട്ട് ഒരുക്കിയിരിക്കുന്നതെന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയിൽ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അന്തിമ തീരുമാനം എടുക്കാൻ എപ്പോഴും ഒരു മനുഷ്യൻ ആവശ്യമാണ്. റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ഇത്തരം ഡെഡ് ഹാൻഡ് നയങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു സന്ദേശമുണ്ട്. തങ്ങളെ ആക്രമിക്കുന്നത് തടയാൻ ഇത്തരം ആണവ ഭീഷണികൾ വഴി ഈ രാജ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.